ഹലോ, അസ്സലാമു അലൈക്കും ഹബീബീസ്. അതെ, ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ പറഞ്ഞ ഒരു കഥ പറഞ്ഞുതരാം. ഒരു ഗ്രാമത്തിൽ ഉണ്ടനും ഉണ്ടിയും എന്നു പേരുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവർ മഹാമടിച്ചിയായിരുന്നു. മടിയനും ജോലിക്ക് പോകാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ അവരുടെ വീട്ടിലെ ജോലി ചെയ്യാനൊക്കെ മടിയായിരുന്നു. അവർക്ക് ഒരു ദിവസം അവർ ഉമ്മറത്തിരുന്ന് വിശന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നും നെയ്യപ്പം ഉണ്ടാക്കണം ഒരു മണം വന്നു. ഈ മണം വന്നപ്പോൾ ഉണ്ടൻ ഉണ്ടിയോട് പറഞ്ഞു, എനിക്ക് നെയ്യപ്പം തിന്നാൻ കൊതി തോന്നുന്നു, നല്ല മണം വരുന്നു നെയ്യപ്പത്തിൻ്റെ, എനിക്ക് വളരെ കൊതി തോന്നുന്നു. അപ്പോൾ ഉണ്ടി ഉണ്ണനോടും അതുതന്നെ പറഞ്ഞു. ഉണ്ടൻ പറഞ്ഞു, ഞാനൊന്ന് പോയി ചോദിച്ചാലോ വീട്ടിൽ 2 നെയ്യപ്പം തരാമോന്ന്. അപ്പോൾ ഉണ്ടി പറഞ്ഞു, വേണ്ട, നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഉണ്ടൻ പറഞ്ഞു, അതിന് നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ലല്ലോ നെയ്യപ്പം ഉണ്ടാക്കാൻ, എന്തെല്ലാം സാധനങ്ങൾ വേണം. അപ്പോൾ ഉണ്ടി പറഞ്ഞു, സാധനങ്ങൾ ഒപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. അങ്ങനെ ഉണ്ടി പോയി ഉണ്ടിയുടെ വീട്ടിൽ നിന്നും നെയ്യപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമായി തിരികെ വന്നു. അപ്പോൾ ഉണ്ടൻ ഇത് കണ്ട് വളരെ സന്തോഷിച്ചു. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നപ്പോൾ ഉണ്ടൻ പറഞ്ഞു, നെയ്യപ്പം ഉണ്ടാക്കാൻ വിറകെവിടെ. അപ്പോൾ ഉണ്ടി പറഞ്ഞു, നിങ്ങൾ പോയി വിറക് കൊണ്ടുപോവാ. അപ്പോൾ ഉണ്ടൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന ഉണ്ടി പറഞ്ഞു, സാധനങ്ങളെല്ലാമായി വന്നില്ലേ, ഇനി വിറകും പോയി ശേഖരിച്ചിട്ട് വരാം, വാ എന്നും പറഞ്ഞ് ഉണ്ടനെ വിളിച്ചുകൊണ്ട് ഉണ്ടി ഒരു കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ ഒരു ഉണങ്ങിയ വിറകുകളൊക്കെ ചില്ലകളുള്ള ഒരു മരമുണ്ടായിരുന്നു. ആ മരം വെട്ടി ഉണ്ടനും ഉണ്ണിയും കൂടി ആ മരം വെട്ടി വിറകുകളാക്കി. ആ വിറകുകൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ചുമക്കാൻ കഴിയില്ലായിരുന്നു. ഉണ്ടൻ പറഞ്ഞു, എനിക്കിത് ചുമക്കാൻ കഴിയില്ല. ഉണ്ടിയും പറഞ്ഞു, എനിക്കിത് ചുമക്കാൻ കഴിയില്ല. അങ്ങനെ ഇരുന്ന് അവർ വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കും? 2 പേരും ചർച്ചാ വിഷയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ കാട്ടിൽ നിന്നും ഒരു കടുവ അവർക്ക് നേരെ പാഞ്ഞു വന്നു. ഈ കടുവ വന്നപ്പോൾ ഇവർ ആകെ പേടിച്ചു പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കരുത്. അപ്പോൾ കടുവ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിറകുകൾ ശേഖരിക്കാൻ വന്നതാണ്. അപ്പോൾ കടുവ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും സഹായം വേണോ? അപ്പോൾ ഉണ്ടനും ഉണ്ണിയും വളരെ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ വിറക് വെട്ടി ഇപ്പോൾ കുറേ അധികം വിറകായി, ഇത് ഞങ്ങൾക്ക് ചുമന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഇതിൻ്റെ ഭാരം ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല, ഞങ്ങൾക്കിതൊന്ന് വീട്ടിലെത്തിച്ച് തരാമോ, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കടുവ പറഞ്ഞു, അതിനെന്താ, ആ കാര്യം ഞാനേറ്റു. ഈ വിറകെടുത്ത് എൻ്റെ ചുമലിൽ വയ്ക്കൂ, ഞാനിത് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാം. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിറക് നിങ്ങൾക്ക് എന്തിനാ? അപ്പോൾ ഉണ്ടിയും ഉണ്ണനും പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ കടുവ പറഞ്ഞു, നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ 10 എനിക്ക് തരണം, എന്നാൽ ഞാനിത് കൊണ്ടുവന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. കടുവ അവരുടെ വീട്ടിലേക്ക് ആ വിറക് ചുമലിലേറ്റിക്കൊണ്ട് വച്ചു. അപ്പോൾ കടുവ പോകുന്ന വഴി പറഞ്ഞു, ഞാൻ തിരിച്ച് വൈകുന്നേരം വരും, അപ്പോൾ എനിക്ക് 10 നെയ്യപ്പം നിങ്ങൾ വെച്ചേക്കണം. അത് നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ 2നെയും ഞാൻ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടനും ഉണ്ണിയും വളരെ പേടിച്ചു പോയി. അങ്ങനെ അവർ നെയ്യപ്പം ഉണ്ടാക്കാൻ വിറകൊക്കെ തീ പിടിപ്പിച്ചു, കത്തിച്ചു, നെയ്യപ്പം ഉണ്ടാക്കാൻ ആരംഭിച്ചു. നെയ്യപ്പം അങ്ങനെ 16 ഉണ്ടാക്കിയത്. 16 നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ 1 ഉണ്ടൻ കഴിച്ചു, ബാക്കി 15 നെയ്യപ്പം ഉണ്ട്. അതിൽ 10 കടുവക്ക് നീക്കി വെച്ചു, ബാക്കി 5 നെയ്യപ്പം ഉണ്ട്. അതിൽ 5 3 ഉണ്ടനും കൊടുത്ത് 2 ഉണ്ടിയും കഴിച്ചു. ബാക്കി അവർക്ക് കൊതി തീർന്നില്ല, അവർക്ക് വിശപ്പ് മാറിയില്ല, അവർക്ക് നെയ്യപ്പത്തോടുള്ള ആർത്തി വളരെ കൂടുതലായി. നെയ്യപ്പത്തിൻ്റെ രുചി ചെന്നപ്പോൾ അവർക്ക് നെയ്യപ്പം വീണ്ടും കഴിക്കണമെന്ന് തോന്നി. അവർ പറഞ്ഞു, എനിക്ക് നെയ്യപ്പം നിന്നിട്ട് മതിയായില്ല. 2 പേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കടുവക്ക് എടുത്ത് വെച്ചേക്കുന്ന പകുതി എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. 2 പേരും കടുവയുടെ പകുതിയും എടുത്ത് കഴിച്ചു. എന്നിട്ടും അവരുടെ കൊതി തീർന്നില്ല. ബാക്കി പകുതിയും അവർ 2 പേരും കഴിച്ചു, മുഴുവനും കഴിച്ചു തീർത്തു. കടുവക്ക് വെച്ച 10 നെയ്യപ്പം തീർന്നു. പിന്നെ കടുവക്ക് നെയ്യപ്പമില്ല. അങ്ങനെ ഇനി കടുവ വന്നാൽ എന്ത് ചെയ്യും?
നമ്മളിവിടുന്ന് രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ കടുവ നമ്മളെ പിടിച്ചു തിന്നും. അപ്പോൾ ഉണ്ടൻ പറഞ്ഞു, അങ്ങനെ കടുവയെ പേടിച്ച് നമുക്ക് പോകേണ്ടതില്ല. കടുവയെ ഞാൻ കൊടുക്കാൻ ഒരു കെണി ഒപ്പിക്കാം. ഞാൻ ആരാണെന്നാണ് നിൻ്റെ വിചാരം? ഞാൻ മഹാബുദ്ധിമാനാണ്. എങ്ങനെ പറഞ്ഞുകൊണ്ടും ഉണ്ടൻ കുറേ മുള്ളുകൾ ശേഖരിച്ചു കാട്ടിൽ നിന്നു. അങ്ങനെ വീട് മുറ്റം നിറയെ മുള്ളുകൾ കുത്തിവെച്ചു. അത് കഴിഞ്ഞ് അയാൾ പുഴയിൽ നിന്നും ഒരു മുതലയെ കൊണ്ടുവന്നു അയാളുടെ കിണറ്റിലിട്ടു. അത് കഴിഞ്ഞ് അയാൾ നടന്നു വരുന്ന വഴിയിൽ കുറേ വെളിച്ചെണ്ണ കിണറിൻ്റെ കിണർ പാദം വരെ ഒഴിച്ചു. ഈ മുള്ളുകളുടെ ഇടയിലുമൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു. അങ്ങനെ കടുവ ഓടിച്ചാടി കടുവ വന്നു. അങ്ങനെ ഉണ്ടിയെയും വിളിച്ചു. അവർ രണ്ടുപേരും വാതിൽ തുറന്നില്ല. ഒളിച്ചിരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കടുവ വന്ന് കാലെടുത്ത് കുത്തിയതോടെയും കടുവയുടെ കാലിൽ മുള്ള് തടച്ചു കയറി. അങ്ങനെ കടുവ അവിടെ നിന്നും ഒറ്റച്ചാട്ടത്തിൽ അവരുടെ വീടിൻ്റെ ഉമ്മറത്തെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെയൊക്കെ എണ്ണ ഒഴിച്ച് വെച്ചേക്കും. എണ്ണയിൽ കടുവ തെന്നി തെന്നി നേരെ കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ ചെന്നപ്പോൾ അയാളെ ആ കടുവയെ മുതല വാല് പിടിച്ച് കടിച്ചു. അപ്പോൾ കടുവ കിടന്ന് കരഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഉണ്ടനും ഉണ്ടിയും വളരെ ചിരിച്ചു സന്തോഷിച്ചു. കടുവയുടെ കാര്യം കഴിഞ്ഞു. ഇങ്ങനെയാണ് കടുവയുടെ കാര്യം നമ്മൾ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി കടുവയുടെ ശല്യം നമുക്ക് ഉണ്ടാകുകയില്ല, നമുക്ക് സുഖമായി ജീവിക്കാം എന്നും പറഞ്ഞ് എന്നാൽ നമുക്ക് ഒന്ന് ചെന്ന് നോക്കാം കിണറ്റിൻ്റെ അരികിലേക്ക്. കടുവ ചത്തുവോ ഇല്ലയോ എന്ന് കിണറ്റിൻ്റെ അരികിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടനും ഉണ്ണിയും മുറ്റത്തേക്ക് ഇറങ്ങുകയല്ല. അങ്ങനെ തന്നെ എണ്ണയിൽ തെന്നി അതാ കിണറ്റിലേക്ക് വീണു. ആ മുതല ആ ഉണ്ടിയെയും പിടിച്ചു തിന്നു. അങ്ങനെ അവരുടെ കഥ കഴിഞ്ഞു. താൻ തന്നെ ഒരുക്കിയ കെണിയിൽ താൻ തന്നെ വീണു. ഇതാണ് നമ്മൾ ആർക്കും വേണ്ടിയും ഒരു കെണിയും ഒപ്പിക്കരുത്. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ നമ്മൾ തന്നെ വീഴും. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്ത് ഗുണപാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്? നമ്മൾ ആർക്കും വേണ്ടി ഒരു ഉപദ്രവവും ചെയ്യരുത്. നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും ദൈവത്തിൻ്റെ അരികിൽ നിന്നും നമുക്കും നല്ല നല്ല കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യമുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളൊരു ചതിയിലും പെടിയില്ല. നമ്മളെ ചതിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ നമ്മളെ ആ ചതിയിൽ നിന്നും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും. അങ്ങനെ ആ ഉണ്ടനും ഉണ്ടിയും ഉണ്ടാക്കിയ വീടും നഷ്ടത്തിലായി. അവർ മരിക്കുകയും ചെയ്തു.